ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റിയ 3 വഴികളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. 3 വഴികളിൽ 2 എണ്ണം സാംസങ് മൊബൈൽ ഫോണിലാണ് ചെയ്യാൻ പോണത്. സാംസങ് മൊബൈൽ ഫോണിൽ എങ്ങനെ QR കോഡ് സ്കാൻ ചെയ്യാം. അപ്പോൾ 2 രീതികളിൽ അത് ഈ ഒരു സാംസങ് മൊബൈൽ ഫോൺ തന്നെ സാംസങ് മൊബൈൽ ഫോണിൽ ഉള്ളത് തന്നെ കാണിച്ചു തരികയാണ്. അതിനകത്ത് ലാസ്റ്റ് പറയണത് എല്ലാ മൊബൈൽ ഫോണും സാംസങ് എന്നല്ല എല്ലാ മൊബൈൽ ഫോണിലും വർക്ക് ചെയ്യണ ഒരു QR കോഡ് സ്കാനർ ആണ് ലാസ്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്നാമത് സാംസങ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് എങ്ങനെ QR കോഡ് സ്കാൻ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ഈ സാംസങ് മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇവിടെ ഈ ഒരു സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കാൻ QR കോഡ് എന്ന് ചോദിച്ചാണ്. ഇത് നിങ്ങൾ ഓണാക്കി കൊടുക്കുക. ഓണാക്കിയാൽ നമുക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് ഈ ഒരു QR കോഡൊക്കെ സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു മൊബൈൽ ഫോണിൽ വൈഫൈൻ്റെ QR കോഡ് അങ്ങനെ വൈഫൈ ഒന്ന് കണക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ഫോണിൽ ക്യാമറ ഓൺ ചെയ്യാം. അതിനുശേഷം വേറൊരു മൊബൈൽ ഫോണിൽ വൈഫൈ കണക്റ്റ് ചെയ്ത് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഫൈൻ്റെ സ്ഥലത്ത് പോയിട്ട് ഈ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക, QR കോഡ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ മൊബൈൽ ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത ടൈമിൽ നിങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. കാണിച്ചു കൊടുത്താൽ കുറച്ച് ടൈം കൊണ്ട് ആ QR കോഡ് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് കണക്റ്റഡ് എന്ന് കാണും. കണക്റ്റഡ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ കണക്റ്റഡ് എന്ന് കാണുന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സാംസങ് മൊബൈൽ ഫോണിൻ്റെ രണ്ടാമത് QR കോഡ് സ്കാൻ ചെയ്യാൻ പറ്റിയ ടിപ്പാണ് പരിചയപ്പെടുത്താൻ പോണത്. രണ്ടാമത് മുകളിൽ നോട്ടിഫിക്കേഷൻ പാനൽ ഇങ്ങോട്ട് വരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണിക്കുമ്പോൾ നെറ്റ് ഓൺ ആകാനുള്ളതൊക്കെ ബ്ലൂടൂത്ത് ഓൺ ആകാനുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു സ്കാൻ QR കോഡ് നിരീക്ഷിച്ചിട്ടുണ്ടാവും. സ്കാൻ QR കോഡ് നിരീക്ഷിച്ചാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ടോർച്ച് ഓൺ ചെയ്യാനുള്ള ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാനുള്ളത്, അതുപോലെ ഒരു ഇമേജ് എടുക്കാനുള്ള ഓപ്ഷൻ. ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗാലറിയിലോട്ട് പോകും. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ വൈഫൈയുടെ QR കോഡ് നിങ്ങൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്തിടണം. ഇവിടെ QR കോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സേവ് ഫോട്ടോ ഇമേജ് എന്ന് കാണിക്കുന്നു. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ QR കോഡ് ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ ഈ ഒരു QR കോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കാണിക്കും. ഈ ഇമേജ് എന്ന് ഉണ്ടാവില്ല, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമ്മൾ QR കോഡ് എടുത്തത് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ആ QR കോഡുമേ ക്ലിക്ക് ചെയ്യുക, ആ ഫോട്ടോമേ. അതിനുശേഷം ഇവിടെ ക്രോപ്പ് ചെയ്യാനുണ്ടാവും. ഈ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്യാനുള്ളൂ. ക്രോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഡൺ എന്ന് ക്ലിക്ക് ചെയ്താൽ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് തരും. അതിനുശേഷം വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിച്ചു തരും. ഓക്കെ, കണക്റ്റഡ് എന്ന് ക്ലിക്ക് ചെയ്താൽ വൈഫൈ കണക്ട് ചെയ്യും. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തത് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള എല്ലാ മൊബൈൽ ഫോണിലും വർക്കാവുന്ന ഒരു ടിപ്പാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എല്ലാ മൊബൈൽ ഫോണിലും വർക്ക് ചെയ്യും. ഇത് 2 ടിപ്പുകൾ ഞാൻ സാംസങ് മൊബൈൽ ഫോണിൻ്റെ പരിചയപ്പെടുത്തിയത്. ഇനി എല്ലാ മൊബൈൽ ഫോണിലും ഇത് വർക്കാവുന്ന രീതിയിലാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഗൂഗിളിൽ നിന്ന് എഴുതി കണ്ടില്ല ആപ്ലിക്കേഷൻ. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടും. ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ലെൻസാണ്, ഗൂഗിൾ ലെൻസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഗാലറിയിലൊക്കെ ഫോട്ടോസൊക്കെ കാണാൻ പറ്റും. ഇവിടെ പല ഫീച്ചറുകളാണ് ഇതൊക്കെ. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ക്രീൻഷോട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് നമ്മൾ മൊബൈൽ ഫോണിലുള്ള ഗാലറി അങ്ങനത്തെ ഒക്കെ ഫോൾഡറുകൾ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ക്യാമറ, ഈ പിക്ചർ, തംബ്നെയിൽസ് ഇങ്ങനെയൊക്കെ കാണിക്കും. നിങ്ങളെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ഫോൾഡേഴ്സും ഇവിടെ കാണാൻ പറ്റും. നമ്മൾ QR കോഡ് എടുത്തല്ലോ, QR കോഡ് എന്താ ചെയ്ത് സ്കാൻ ചെയ്തു അല്ല ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ എന്താണ് നമ്മൾ ഡൗൺലോഡിൽ ഉണ്ടാകുന്ന നോക്കി നോക്കാം. ഡൗൺലോഡിലില്ല. സ്ക്രീൻഷോട്ടിൽ ഉണ്ടാകുന്ന നോക്കി നോക്കാം. ക്യാമറയിൽ ഉണ്ടാകുന്ന നോക്കി നോക്കാം. ക്യാമറയിലില്ല. ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എവിടെ സേവ് ചെയ്തത്. അപ്പോൾ എവിടെ ആയിരിക്കും ഉണ്ടാവുക? പിക്ചറിലായിരിക്കും ഉണ്ടാവുക. പിക്ചറിൽ ഇവിടെ ഉണ്ട്. ഈ പിക്ചറിൽ നിന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇവിടെ താഴത്ത് നോക്കിയാൽ ഈ ഒരു വൈഫൈയുടെ പാസ്വേഡ് അടക്കം നമുക്ക് കാണിച്ചു തരും. വൈഫൈയുടെ പാസ്വേഡ് ഉണ്ടാവും. പിന്നെ അത് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, കണക്റ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല, വൈഫൈയുടെ പാസ്വേഡ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ അതിൻ്റെ പാസ്വേഡ് കിട്ടും. മറ്റുള്ളവർക്ക് പാസ്വേഡും കിട്ടണില്ല. ഈ സാംസങ് മൊബൈൽ ഫോൺ വൈഫൈ കണക്ട് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.